തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾക്കെതിരായ പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന CITU. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുമെന്നും വിശാഖപട്ടണത്ത് നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനം ആഹ്വാനം ചെയ്തു. സന്തോഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സന്തോഷ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഭദ്ര, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. സന്തോഷ് ഇപ്പോൾ വിശാഖപട്ടണത്താണ്. അവിടെ CITUവിന്റെ അഖിലേന്ത്യാ സമ്മേളനം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ്? കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകളും ഒപ്പം തന്നെ തൊഴിലുറപ്പിനെയൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ അവിടെ ചർച്ചയാകുന്നു. അതിനെതിരെ വലിയ രീതിയിൽ ഭാവി പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട എന്തൊക്കെയാണ് സന്തോഷ്? ഭദ്ര, വളരെ പ്രധാനപ്പെട്ട അജണ്ടകളിലൂടെയാണ് വിശാഖപട്ടണത്ത് ചേരുന്ന CITUവിൻ്റെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം കടന്നു പോകുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ടകൾ എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ്. ഇന്നലെ 3 മണിക്ക് ശേഷമാണ് ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്മേൽ അതിനുശേഷം ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ഗ്രൂപ്പ് ചർച്ച നടത്തി. ആ ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം പൊതു ചർച്ച ആരംഭിക്കുകയും ചെയ്തു. ആ പൊതു ചർച്ചയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. പ്രധാനമായും ഈ അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ CITU ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, പോരാട്ടങ്ങൾ, അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള കടന്നാക്രമണങ്ങൾ, അങ്ങനെ തുടങ്ങി വളരെ വിശദമായി തന്നെയാണ് ഈ റിപ്പോർട്ട് ഇക്കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, അതിനെതിരെ CITU സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ തന്നെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകളാണ് ഇന്ന് പ്രധാനമായും പുരോഗമിക്കുന്നത്. ഈ ചർച്ചകളിൽ തൊഴിലാളി ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ ഏത് രീതിയിൽ ഈ സമരങ്ങൾ സംഘടന ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം തന്നെയായിരിക്കും പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൂർത്തിയാകുന്നതോടുകൂടി വൈകുന്നേരത്തോടുകൂടി CITU ജനറൽ സെക്രട്ടറി തപൻസൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. പിന്നീട് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയായിരിക്കും നടക്കുന്നത്. ഈ സംഘടനയുടെ ശക്തി ദൗർബല്യങ്ങളെല്ലാം തന്നെ വിശദമായി ഇഴകീറി പരിശോധിക്കുന്ന റിപ്പോർട്ടായിരിക്കും ജനറൽ സെക്രട്ടറി അവതരിപ്പിക്കുന്നത്. അതിന്മേലുള്ള ചർച്ചകളായിരിക്കും തുടർന്ന് അങ്ങോട്ടുണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്താകെയുള്ള തൊഴിലാളികളുടെ പ്രതിനിധികൾ ഈ വിശാഖപട്ടണം എന്ന് പറയുന്ന തുറമുഖ നഗരത്തിൽ സമ്മേളിച്ചുകൊണ്ട് ഈ തൊഴിലാളി വർഗം, രാജ്യത്തെ തൊഴിലാളികൾ നേരിടുന്ന കടുത്ത കടന്നാക്രമണങ്ങൾ, ആ കടന്നാക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെയാണ് പ്രധാനമായും ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നത്. തുടർ പ്രക്ഷോഭങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒരു ദിശാബോധം പകരുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, തൊഴിലാളികൾ നേരിടുന്നത് ഈ കേന്ദ്ര സർക്കാർ തൊഴിലാളി സമൂഹത്തിന് നേരെ, തൊഴിലാളികൾക്ക് നേരെ അടിച്ചേൽപ്പിക്കുന്ന 4 ലേബർ കോഡുകൾ തന്നെയാണ്. ഈ ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കുന്നതോടുകൂടി ഇതുവരെ രാജ്യത്തെ തൊഴിലാളികൾ, ട്രേഡ് യൂണിയനുകൾ വലിയ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവരുടെ അവകാശങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കവർന്നെടുക്കുകയും തൊഴിലാളികൾക്ക് ലഭിച്ചിരിക്കേണ്ട ന്യായമായിട്ടുള്ള അവകാശങ്ങൾ പോലും ഇല്ലാതാക്കുകയും ചെയ്യുന്ന നിലയിലേക്കാണ് ഈ പറയുന്ന ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്. അത് ലേബർ കോഡുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ തൊഴിലാളികളുടെ തൊഴിൽ സമയത്തെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ അവരുടെ തൊഴിൽ സമയത്തെ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ആശങ്കകൾ ഉയരുന്നു എന്നുള്ളത് മാത്രമല്ല, അവർക്ക് സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം പോലും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി ട്രേഡ് യൂണിയൻ സംഘടനയായ CITU അതിൻ്റെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം ചേരുമ്പോൾ ഈ വിഷയങ്ങൾക്ക് തന്നെ പ്രാധാന്യം നൽകിയുള്ള ചർച്ചകൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആദ്യ പ്രമേയം തന്നെ ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ, ലേബർ കോഡുകൾക്കെതിരായ സമരം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത തന്നെയായിരുന്നു. ഫെബ്രുവരി 12 ദേശീയ പണിമുടക്കിലേക്കാണ് തൊഴിലാളികൾ പോകുന്നത്. ആ പണിമുടക്ക് കൊണ്ടും ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ആവശ്യമായിട്ടുള്ള തിരുത്തൽ നടപടികൾക്ക് തയ്യാറായില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് CITU ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഇന്നലെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ പ്രതിനിധികൾ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി ചൂണ്ടിക്കാട്ടിയ കാര്യവും ഇതുതന്നെയാണ്. തൊഴിലാളി ഐക്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ള ഐക്യകണ്ഠേനയുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇന്നലെ സമ്മേളനത്തിൽ ഉണ്ടായത്. ഏതായാലും വിശാഖപട്ടണം വളരെ ആവേശമാണ്. വിശാഖപട്ടണം എന്ന് പറയുന്നത്
രാജ്യത്ത് വലിയ തൊഴിലാളി മുന്നേറ്റങ്ങൾ ഉണ്ടായ നഗരമാണ്, തുറമുഖ നഗരമാണ്, പ്രധാനപ്പെട്ട ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ, നിരവധി പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സ്ഥലമാണ് ഈ വിശാഖപട്ടണം. സമ്മേളനത്തെ വരവേൽക്കുന്നതിന് വേണ്ടി വിശാഖപട്ടണത്തെ തൊഴിലാളികൾ ഒന്നടങ്കം തന്നെ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി രംഗത്തുണ്ട്. നമുക്ക് എവിടെ പോയാലും അവിടെ ചെങ്കൊടികൾ, CITUവിൻ്റെ കൊടികൾ ഉയർന്നു പാറുന്നു. സമ്മേളനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികൾ നടക്കുന്നു. അത്തരത്തിൽ അത്യന്തം ആവേശകരമായിട്ടുള്ള സമ്മേളനമാണ് വിശാഖപട്ടണത്ത് പുരോഗമിക്കുന്നത്. ഭദ്ര. അതെ, തീർച്ചയായും സന്തോഷം അങ്ങനെ തന്നെയാണ്. എന്തായാലും ട്രേഡ് യൂണിയനുകൾക്കടക്കം ഇത്തരത്തിൽ കൂച്ചുവിലങ്ങിടുന്ന മോദി സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. എന്തായാലും ലേബർ കോഡുകളൊന്നും പിൻവലിച്ചില്ല എങ്കിൽ ഫെബ്രുവരി 12-ാം തീയതി നടക്കുന്ന ദേശീയ പണിമുടക്ക്, അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതിനെ വിജയിപ്പിക്കണമെന്ന് ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുകയാണ്. ഒപ്പം തന്നെ അതിനുശേഷവും പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അനിശ്ചിതകാല സമരം അടക്കം നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് സമ്മേളനം. കാരണം അത്രമേൽ ഈ പറയുന്ന തൊഴിലാളികളെ, കോടിക്കണക്കിന് തൊഴിലാളികളെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ജനവിരുദ്ധ നയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഏറ്റവും ഒടുവിൽ ഇതാ തൊഴിലുറപ്പ് ചെയ്യുന്ന ആളുകൾക്ക് പോലും, തൊഴിലുറപ്പിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് ആ തൊഴിലാളികളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് മോദി സർക്കാർ മാറുമ്പോഴാണ്, ആ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ CITUവിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭാവി പ്രക്ഷോഭങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ രൂപം നൽകുന്നത്.